കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സോൺ കലോത്സവത്തിനിടെ SFI MSF സംഘർഷം. നാടൻപാട്ട് മത്സര റിസൾട്ടിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. അപ്പീൽ നൽകാനെത്തിയ വിദ്യാർത്ഥികളെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ പൂട്ടിയിട്ടു എന്നാണ് പരാതി. സംഭവത്തിൽ വളയം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ ആദ്യം. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു. ഷഹീദ്, നമ്മുടെ കലോത്സവ വേദികളൊക്കെ ഇപ്പം കലാപത്തിന്റെ വേദിയായി മാറുകയാണ്. സ്വാഭാവികമായും മത്സരങ്ങൾ നടക്കുമ്പോൾ അതിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് എപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്, അപ്പീലൊക്കെ നൽകാൻ പോകാറുണ്ട്. അങ്ങനെ അപ്പീലുമായി പോകുന്ന ആളുകളെ പൂട്ടിയിടുന്നത് എന്താണ് സംഭവിച്ചത്? അരിയ കോഴിക്കോട് നാദാപുരം മുളിയാവ് നാഷണൽ കോളേജിലാണ് ബി സോൺ കലോത്സവം നടക്കുന്നത്. അവിടെ ഇന്ന് പുലർച്ചെ 1:30 ഈ സംഭവം ഉണ്ടായത്. നാടൻപാട്ട് മത്സരം കഴിഞ്ഞു. അതിന് ഫസ്റ്റ് പ്രഖ്യാപിച്ചു, 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെ പ്രഖ്യാപിച്ചു. അതിനെതിരെയാണ് അപ്പീൽ നൽകാൻ വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ എത്തിയപ്പോഴാണ് വിദ്യാർത്ഥികളെ ഒരു വിഭാഗം മറ്റു വിദ്യാർത്ഥികൾ പൂട്ടിയിട്ട് അപമര്യാദയായി പെരുമാറി എന്നൊക്കെ പരാതിയുള്ളത്. ഇപ്പോൾ ഗവൺമെൻറ് ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സായന്ത്, വൈസ് ചെയർമാൻ ശ്രുതി എന്നിവരാണ് വളയം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തങ്ങളെ പൂട്ടിയിട്ടു, അപമര്യാദയായി പെരുമാറി തുടങ്ങിയവരാണ് പരാതി. MSF പ്രവർത്തകർക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. MSF പ്രവർത്തകരെയാണ് തങ്ങളെ മുറിയിൽ പൂട്ടിയിട്ട് ഈ രീതിയിൽ ഉപദ്രവിച്ചതെന്നാണ് പരാതിയുള്ളത്. ഏതായാലും വളയം പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അവിടെ കേസ് എടുത്തിട്ടില്ല. അല്പസമയത്തിനകം തന്നെ തുടർ നടപടികൾ എടുക്കുമെന്നാണ് വളയം പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമ്മുടെ കലോത്സവം കോളേജ് ബി സോൺ കലോത്സവങ്ങൾ തുടർച്ചയായി സംഘർഷങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് ഇനി എടുക്കേണ്ടിയിരിക്കുന്നു. ശരി.